ഹലോ ഹായ്, എൻ്റെ പേര് ശ്രീജ. എല്ലാവർക്കും ഈസി ക്രാക്കിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അനാലിസിസ് സെഷനാണ്. ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്നും ഒരു എഡിറ്റോറിയൽ എടുത്ത് അതിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിനകത്ത് ഓൾ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇനി എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിക്, ഫേക്കിംഗ് ഡേഞ്ചർ ഓൺ ഫൈറ്റിംഗ് ഫേക്ക് ന്യൂസസ്. അപ്പം ഇതിനകത്ത് ഫേക്ക് ന്യൂസസിൻ്റെ ബേസിസിലുള്ള എഡിറ്റോറിയലാണിത്. സോ ഈ ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുന്നേ ഇതിനകത്ത് പറയുന്ന കുറച്ച് മെയിൻ പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ഇതിനകത്ത് മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സെഡീഷൻ എന്ന് പറയുന്ന ഒന്നാണ്, സെഡീഷൻ ലോ ഇൻ ഇന്ത്യ. അപ്പോൾ എന്താണ് സെഡീഷൻ ലോ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ പീനൽ കോഡിൽ സെക്ഷൻ 124A ആണ് സെഡീഷൻ ലോ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. ഇത് ഡ്രാഫ്റ്റ് ചെയ്തത് തോമസ് ബാബിങ്ടൺ മെക്കൗലെയാണ്. ഈ ലോ IPCയിൽ, അതായത് ഇന്ത്യൻ പീനൽ കോഡിൽ ഇൻക്ലൂഡ് ചെയ്തത് 1870-ലാണ്, 1870-ലാണ്. ഈ സെഡീഷൻ എന്ന് പറയുന്നതിനെ ഒരു ക്രിമിനൽ ആക്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സെഡീഷൻ എന്ന് പറയുന്നത് സിമ്പിൾ വേർഡ്സിൽ പറയാനാണെങ്കിൽ രാജ്യദ്രോഹം, അതാണ് സെഡീഷൻ എന്ന് പറയുന്നത്. സെഡീഷൻ ലോയ്ക്ക് തന്നെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതായത് whoever by words either spoken or written or by signs or by visible representation or otherwise brings or attempts to bring into hatred or contempt or excites or attempts to excite disaffection towards the government established by law in India shall be punished with imprisonment for life, to which fine may be added, or with imprisonment which may extend to 3 years, to which fine may be added, or with fine. അതായത് നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കപ്പെട്ട പല കാര്യങ്ങൾ കൊണ്ടോ നമ്മൾ നമ്മുടെ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിൽ ദ്രോഹം ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് സെഡീഷൻ എന്ന് പറയാം. ഇതിനകത്ത് തെറ്റായ പ്രചരണങ്ങൾ കാരണം നമ്മൾ ആരെയെങ്കിലും അനുനയിപ്പിച്ച് നമ്മുടെ ഗവൺമെൻറ്റിനെ എതിരെയാക്കുകയാണെങ്കിൽ അതിനെയും സെഡീഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെഡീഷൻ എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നതിന് എതിരെയാണ്. അതായത് ഗവൺമെൻറ് പുതിയ നയങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ആസ്പദമാക്കി നമ്മൾ തെറ്റായ പ്രചരണങ്ങൾ നടത്തി മറ്റുള്ളവരെ അനുനയിപ്പിച്ച് അവരെ നമ്മൾ ഗവൺമെൻറ്റിനെതിരെയാക്കുകയാണെങ്കിൽ അതിനെ സെഡീഷൻ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ടു ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നതിന് എതിരായിട്ടുള്ള ഒന്നാണ്. അപ്പം ഇനി എന്തൊക്കെയാണ് സെഡീഷൻ പോലൊരു ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പണിഷ്മെൻറ്റ്സ് എന്ന് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അതായത് ജാമ്യം കിട്ടാൻ വകുപ്പില്ലാത്ത ഒരു കുറ്റമാണ്. അതേപോലെ ഈ ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ 3 അതിൽ കൂടുതലോ വർഷം വരെ തടവ് കിട്ടാൻ വകുപ്പുണ്ട്. അതേപോലെ ഗവൺമെൻറ് ജോബുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പാസ്പോർട്ട് ലഭിക്കില്ല. അതേപോലെ എപ്പോഴൊക്കെയാണോ കോടതി ആവശ്യപ്പെടുന്നത് അപ്പോഴൊക്കെ നമ്മൾ അവിടെ പോയി ഹാജരാകേണ്ട ആവശ്യവും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ എഡിറ്റോറിയലിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് COVID-19 റിലേറ്റ് ചെയ്തിട്ടുള്ള ഫേക്ക് ന്യൂസുകളാണ്. സോ നമുക്ക് എഡിറ്റോറിയലിലോട്ട് പോവാം. ഫേക്കിംഗ് ഡേഞ്ചർ ഓൺ ഫൈറ്റിംഗ് ഫേക്ക് ന്യൂസ്, ഇതാണ് ഹെഡിങ്. സോ യൂസ് ഓഫ് സെഡീഷൻ ലോ ടു ഫൈറ്റ് ഫേക്ക് ന്യൂസ് ഇസ് ആൻ അറ്റംപ്റ്റ് ടു സപ്രസ് ഇൻകൺവീനിയൻറ്റ് റിപ്പോർട്ട്സ്. സോ ഇൻകൺവീനിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൗകര്യം. അതേപോലെ സപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്തുക, തടയുക, അതാണ് സപ്രസ് എന്ന് പറയുന്നത്. അതായത് ഫേക്ക് ന്യൂസ് വഴി ഉണ്ടാവുന്ന ഇൻകൺവീനിയൻറ്റ് റിപ്പോർട്ട്സിനെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ തടയാൻ വേണ്ടിയുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ഈ സെഡീഷൻ ലോയുടെ യൂസേജ് എന്ന് പറയുന്നത്. അടുത്തത് ദ ഫ്രീക്വൻസി വിത്ത് വിച്ച് ജേർണലിസ്റ്റ് ഹാവ് ബീൻ അറസ്റ്റഡ് സിൻസ് ദ ഔട്ട്ബ്രേക്ക് ഓഫ് COVID-19 പാൻഡമിക് ഇസ് ക്വൈറ്റ് ഡിസ്റ്റർബിങ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ റെപ്പിറ്റീഷൻ, റീഅക്കറൻസ് അല്ലെങ്കിൽ ആവൃത്തി എന്നൊക്കെ പറയാം. സോ COVID-19 പാൻഡമിക്കിൻ്റെ പൊട്ടിപ്പുറപ്പെടലിന് ശേഷം കുറേ ജേർണലിസ്റ്റുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെയധികം ഡിസ്റ്റർബിംഗ് ആണ്, അല്ലെങ്കിൽ വളരെയധികം അസ്വസ്ഥത തരുന്ന ഒരു കാര്യമാണ്. അടുത്തത് ദ റീസൺസ് ഗിവൺ ബൈ ദ പോലീസ് അക്രോസ് ഇന്ത്യ ഫോർ അറസ്റ്റിംഗ് റിപ്പോർട്ടേഴ്സ് ആൻഡ് എഡിറ്റേഴ്സ് ഓഫ് ന്യൂസ് പോർട്ടൽസ് ഇൻഡിക്കേറ്റ് ദാറ്റ് സ്പെഷ്യൽ പ്രൊവിഷൻസ് enacted to prevent the spread of rumor during disasters are being used to suppress reporting on political developments and possible governmental corruption. സോ ഇവിടെ സപ്രസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് സംതിങ്. ഇപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതൊരു ഇൻഫർമേഷൻ്റെ കാര്യമാണ്. അതായത് സപ്രസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തടയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അടിച്ചമർത്താൻ ശ്രമിക്കുക, അതാണ് സപ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതാണ്, പല ന്യൂസ് പോർട്ടൽസിൻ്റെ റിപ്പോർട്ടേഴ്സ് ആൻഡ് എഡിറ്റേഴ്സിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അറസ്റ്റ് ചെയ്തതിന് പോലീസ് തരുന്ന റീസൺസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസാസ്റ്റർ ടൈമിൽ, ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്,
ഇതേപോലെ ഒരു അസുഖത്തിൻ്റെ വ്യാപനം, പകർച്ചവ്യാധി, ഇതിനെയും ഡിസാസ്റ്ററായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസാസ്റ്ററിൻ്റെ സമയത്ത് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്, അതേപോലെ ഗവൺമെൻറ്റൽ കറപ്ഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് കുറേ പ്രത്യേക തരത്തിലുള്ള പ്രൊവിഷൻസ്, സ്പെഷ്യൽ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ വ്യവസ്ഥകൾ, പ്രത്യേക തരത്തിലുള്ള വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റുകളെല്ലാം ഇപ്പോൾ നടക്കുന്നത്. സോ അടുത്തത്, the most egregious case involves a criminal provision that governments invariably fall back upon to suppress dissent. അതായത് ഇതിനകത്ത് ഇഗ്രീഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീംലി ബാഡ് ഇൻ എ വേ ദറ്റ് ഇസ് വെരി നോട്ടിസബിൾ, അതായത് സാധാരണമായ അല്ലാത്ത രീതി, അതായത് അസാധാരണം. അതേപോലെ ഇതിനകത്ത് ഇൻവേരിയബിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായി. അതേപോലെ ഡിസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹോൾഡിംഗ് ഓർ എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻസ് അറ്റ് വേരിയൻസ് വിത്ത് ദോസ് കോമൺലി ഓർ ഒഫീഷ്യലി ഹെൽഡ്, അതായത് വിയോജിപ്പ്, സാധാരണ എല്ലാവരും പറയുന്നതിനെ എതിർത്ത് പറയുന്ന ഒരു അഭിപ്രായം, വിയോജിപ്പ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എത്ര തന്നെയാണ്, ഗവൺമെൻറ് ഇപ്പോൾ അവർക്കെതിരെയുള്ള എല്ലാ വിയോജിപ്പുകളെയും അടിച്ചമർത്താൻ അല്ലെങ്കിൽ തടയാൻ വേണ്ടി സ്ഥിരമായി ക്രിമിനൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു അസാധാരണമായ കാര്യമാണ്. അടുത്തത്, the arrest of Dhawal Patel, editor of a news portal in Gujarat, on the serious charge of sedition is a shocking instance of misuse of criminal laws to intimidate journalists. So another sedition എന്ന് പറയുന്നത് ലാംഗ്വേജ് ഓർ ബിഹേവിയർ ദാറ്റ് ഇസ് ഇൻറ്റൻഡഡ് ടു പെർസ്വേഡ് അതർ പീപ്പിൾ ടു ഒപ്പോസ് ദിയർ ഗവൺമെൻറ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ മറ്റുള്ളവരെ കൂടി അനുനയിപ്പിച്ച് അവരുടെ ഗവൺമെൻറ്റിന് എതിരാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവൃത്തിയെ നമുക്ക് സെഡീഷൻ എന്ന് പറയാം. അതുപോലെ പേഴ്സ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുനയിപ്പിക്കുക എന്നാണ് അർത്ഥം. അതുപോലെ ഇൻറ്റിമിഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ത്രെട്ടൻ ഓർ ഫ്രൈറ്റൻ സമ്മൺ, അതായത് ഭീഷണിപ്പെടുത്തുക എന്നാണ് അർത്ഥം. അപ്പം ഗുജറാത്തിലെ ന്യൂസ് പോർട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടർ, അതായത് അദ്ദേഹത്തിൻ്റെ പേര് ധവാൽ പട്ടേൽ. സോ അദ്ദേഹത്തെ ഈ ഇടയ്ക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹം ഒരു ന്യൂസ് റിപ്പോർട്ട് പുറത്തു വിട്ടതിൻ്റെ ബേസിസിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർത്തിയിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് സെഡീഷനാണ്, അതായത് രാജ്യദ്രോഹം. സോ ആ ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് ജേർണലിസ്റ്റുകളെ ഭയപ്പെടുത്താൻ വേണ്ടി ക്രിമിനൽ ലോസ് മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം ഷോക്കിംഗ് ആയ ഒരു കാര്യമാണ്. അടുത്തത്, ദ കേസ് കൺസേൺഡ് ആൻ ആർട്ടിക്കിൾ സ്പെക്കുലേറ്റിംഗ് ദാറ്റ് സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ വിജയ് റൂപാണി മേ ബി റീപ്ലേസ്ഡ് ബൈ ദ BJP ഫോർ ഹിസ് അലജ്ഡ് ഇനെപ്റ്റ് ഹാൻഡ്ലിംഗ് ഓഫ് എഫേർട്സ് ടു കോമ്പാറ്റ് ദി പാൻഡമിക്. അപ്പോൾ ഇതിനകത്ത് ഇനെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവിങ് ഓർ ഷോയിങ് നോ സ്കിൽ, അതായത് കഴിവില്ലായ്മ അല്ലെങ്കിൽ കഴിവ് ഉള്ളത് പ്രകടിപ്പിക്കായ്മ, അതിനാണ് ഇനെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത്, അതായത് നേരത്തെ ധവാൽ പട്ടേൽ എന്ന് പറയുന്ന റിപ്പോർട്ടറിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമാണ് ഈ പറയുന്നത്. ഗുജറാത്തിലെ തന്നെ CM ആയ വിജയ് റൂപാണി എന്ന് പറയുന്ന ലീഡറിനെ ഈ കോവിഡ് കാലത്തെ പല എഫേർട്ടുകളിലും അദ്ദേഹം വേണ്ടത്ര രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവില്ലായ്മ കൊണ്ടോ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്നും റീപ്ലേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് ഒരു ഊഹത്തിൻ്റെ പേരിൽ ഒരു റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. The report had even named a possible successor. സോ ആ റിപ്പോർട്ടിനകത്ത് ആരെ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത് എന്നതുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ഒരു ഊഹത്തിൻ്റെ പേരിൽ പുറത്തു വിട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു. It is befuddling how such a report could amount to sedition regardless of whether the speculation is true. So befuddling എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം be confusing or perplexing to or cause to be unable to think clearly, അതായത് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയൊരു സ്റ്റേറ്റ്, അതിനെയൊക്കെയാണ് ബീഫട്ലിംഗ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് ഒരു സ്പെക്കുലേഷൻ്റെ ബേസിസിൽ മാത്രം, സ്പെക്കുലേഷൻ വെച്ചാൽ ഊഹത്തിൻ്റെ ബേസിസിൽ മാത്രം പുറത്തിറക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് ശരിയാണോ തെറ്റാണോ എന്ന് അറിയുന്നതിന് മുന്നേ അത് സെഡീഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. Oftentimes, the source of such speculation is a disgruntled section of the ruling party itself, and it is excessive to punish reportage with inadequate verification with arrest and prosecution for sedition. അപ്പോൾ പലപ്പോഴും ഇത്തരം സ്പെക്കുലേഷൻ്റെ ബേസിസിൽ മാത്രം പുറത്തു വരുന്ന ഇത്തരം റിപ്പോർട്ടുകൾ റൂളിംഗ് പാർട്ടിയിൽ അസ്വസ്ഥത, അതാണ് ഡിസ്ഗ്രണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗ്രി ഓർ ഡിസ്സാറ്റിസ്ഫൈഡ്, തൃപ്തിക്കുറവ്. അപ്പം ഇത്തരം സ്പെക്കുലേഷൻസിൻ്റെ ബേസിസിൽ മാത്രം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ റൂളിംഗ് പാർട്ടിയിൽ കുറച്ച് തൃപ്തിക്കുറവ് അല്ലെങ്കിൽ അസംതൃപ്തി ഉണ്ടാക്കുക സ്വാഭാവികമാണ്. പക്ഷേ ആൻഡ് ഇറ്റ് ഈസ് എക്സസീവ് ടു പണിഷ് റിപ്പോർട്ടേജ് വിത്ത് ഇൻഅഡിക്വേറ്റ് വെരിഫിക്കേഷൻ വിത്ത് അറസ്റ്റ് ആൻഡ് പ്രോസിക്യൂഷൻ ഫോർ സെഡീഷൻ. പക്ഷേ ഇത്തരം കാര്യങ്ങൾ പ്രോപ്പർ വെരിഫിക്കേഷൻ, ഇൻഅഡിക്വേറ്റ് എന്ന് വെച്ചാൽ വേണ്ടത്ര വെരിഫിക്കേഷൻ ഒന്നും നടത്താണ്ട് അറസ്റ്റ് നടത്തുക, അതേപോലെ തന്നെ നേരെ സെഡീഷൻ പോലെ വലിയൊരു ചാർജ് ചുമത്തുക, അതൊക്കെ കുറച്ച് അധികമാണ്. Mr. Patel has also been charged under Section 54 of the Disaster Management Act for allegedly
spreading panic through a false alarm concerning a disaster. So in section 54 എന്ന് പറയുന്നത് ഡിസാസ്റ്റർ റിലേറ്റ് ചെയ്തുകൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ആളുകൾക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കുക, അതാണ് സെക്ഷൻ 54 എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ മേൽ ഈ ഒരു സെക്ഷൻ കൂടി ചാർത്തിയിട്ടുണ്ട്, ഈ ഒരു കുറ്റവും കൂടി ചാർത്തിയിട്ടുണ്ട്. The Editors Guild of India has seen a growing pattern in the misuse of criminal laws to intimidate journalists. So അതിനകത്ത് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എഡിറ്റേഴ്സിൻ്റെ ഒരു ഓർഗനൈസേഷനാണ്. ആൻഡ് ഗ്രോയിങ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെങ്കിലും ഒന്നിൻ്റെ അളവിലുള്ള വർധന, അതിനെയാണ് ഗ്രോയിങ് പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പം ജേർണലിസ്റ്റുകളെല്ലാം ഭീഷണിപ്പെടുത്താൻ വേണ്ടി ക്രിമിനൽ ലോസ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, ക്രിമിനൽ ലോസിൻ്റെ യൂസേജ് വല്ലാണ്ട് കൂടുന്നുണ്ട് എന്നാണ് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ദ കൺസേൺ ഇസ് നോട്ട് മിസ്പ്ലേസ്ഡ്. ഈ കൺസേൺ എന്ന് പറയുന്നത് തെറ്റായ രീതിയിലല്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ഈ എഡിറ്റോറിയലിൽ തന്നെ എഡിറ്റർ അതിന് നമുക്ക് 3 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തത്, ഇൻ ദ ആൻഡമാൻസ് എ റിപ്പോർട്ടർ വാസ് അറസ്റ്റഡ് ഫോർ എ സോഷ്യൽ മീഡിയ പോസ്റ്റ് ക്ലെയിമിംഗ് പീപ്പിൾ ഹു ഹാഡ് കോൺടാക്റ്റഡ് എ COVID-19 പോസിറ്റീവ് പേഷ്യൻറ്റ് ഓവർ ഫോൺ വെർ ഓൾസോ ബീൻ ക്വാറന്റൈൻഡ്. അതായത് ആൻഡമാൻസിൽ ഒരു റിപ്പോർട്ടർ, അദ്ദേഹം ഒരു ഫ്രീലാൻസ് റിപ്പോർട്ടറാണ്, അദ്ദേഹത്തിൻ്റെ പേര് സുബൈർ അഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹം ഒരു പോസ്റ്റ് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: Can someone explain why families are placed under home quarantine for speaking over phone with COVID patients? അതായത് കോവിഡ് പേഷ്യൻസിനോട് ഫോണിലൂടെ സംസാരിക്കുന്ന ആളുകളെ എന്തിനാണ് ഹോം ക്വാറന്റൈനിൽ ഇട്ടിരിക്കുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹം ട്വീറ്റ് ചെയ്തതിനാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ രണ്ടാമത്തത്, ഇൻ കോയമ്പത്തൂർ പോലീസ് അറസ്റ്റഡ് എ ന്യൂസ് പോർട്ടൽ ഫൗണ്ടർ following a report on alleged corruption in food distribution as part of the local administration's effort to handle the fallout of the pandemic. അപ്പോൾ ഇതിനകത്ത് ഫോൾ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അഡ്വേഴ്സ് റിസൾട്ട്സ് ഓഫ് എ സിറ്റുവേഷൻ ഓർ ആക്ഷൻ, അതായത് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സന്ദർഭം കാരണം ഉണ്ടാകുന്ന ഏറ്റവും ദുരവസ്ഥ, ഏറ്റവും മോശമായ അവസ്ഥ. അപ്പോൾ അതാണ് ഈ ഫോൾ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോയമ്പത്തൂർ ഉണ്ടായ കാര്യം ഇതാണ്. അവിടെ ഒരു ന്യൂസ് പോർട്ടലുണ്ട്, സിംപ്ലിസിറ്റി. അതിൻ്റെ ഫൗണ്ടറായ ആൻഡ്രൂ സാം രാജാ പാണ്ഡ്യൻ, അദ്ദേഹത്തെയാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അറസ്റ്റ് ചെയ്യാൻ കാരണം അദ്ദേഹം 2 ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനൊന്നും വേണ്ടത്ര ഭക്ഷണം കിട്ടുന്നില്ല, അവർ ഭക്ഷണം കിട്ടുന്നതിൽ അവർ സ്ട്രഗിൾ ചെയ്യുകയാണ് എന്നായിരുന്നു ആദ്യത്തെ ആരോപണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് എംപ്ലോയീസ് എല്ലാം കോവിഡ് റിലീഫ് ഫണ്ടിൽ നിന്ന് മോഷ്ടിക്കുന്നുണ്ട്, ഇതായിരുന്നു രണ്ടാമത്തത്. ഈ 2 ആരോപണങ്ങളുടെ ബേസിസിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. In Delhi, a reporter was summoned in response to a report that claimed that an audio clip purportedly containing a speech by the head of Tablighi Jamaat was doctored. അതായത് ഡൽഹിയിലെ ഒരു റിപ്പോർട്ടർ വഴി പുറത്തു വന്ന റിപ്പോർട്ടിനകത്ത് തബ്ലീഗി ജമാഅത്തിലെ ഹെഡായ മൗലാന സാദ് കണ്ടൗലിയുടെ ആണ് എന്ന് കരുതപ്പെടുന്ന ഒരു ഓഡിയോ ഉണ്ടായിരുന്നു. സോ ആ ഓഡിയോ പ്രകാരം ആരും തൽക്കാലം സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം എന്ന കണ്ടന്റ് ആയിരുന്നു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ തന്നെ ശബ്ദമാണ് എന്ന് യാതൊരു രീതിയിലും ഉറപ്പുണ്ടായിരുന്നില്ല. സോ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട്, അതിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഈ പോലീസിൻ്റെ കൂടെ ഈ റിപ്പോർട്ടറിനോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഇനി അതിന് ഈ റിപ്പോർട്ടർ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ലീഗൽ ആക്ഷൻസ് എടുക്കും എന്നായിരുന്നു പോലീസിൻ്റെ നിലപാട്. അടുത്തത്, while asking a journalist to join the investigation may not by itself be illegal, the police should not use the power of summons to intimidate reporters or extract details of the source. അപ്പോൾ ഇതിനകത്ത് ജേർണലിസ്റ്റ് എല്ലാം ഈ ഇൻവെസ്റ്റിഗേഷനിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് യാതൊരു തരത്തിലും തെറ്റായൊരു കാര്യമല്ല. പക്ഷേ ജേർണലിസ്റ്റുകളെല്ലാം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ ഡീറ്റെയിൽസിൻ്റെ സോഴ്സ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് തെറ്റായൊരു കാര്യമാണ്. There ought to be greater restraint while invoking special provisions relating to handling disasters and epidemics. So out means ആവശ്യകത അല്ലെങ്കിൽ നീഡ്, അതാണ് ഔട്ട് എന്ന് പറയുന്നത്. അതായത് ഡിസാസ്റ്റേഴ്സ് ആൻഡ് എപ്പിഡമിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ വ്യവസ്ഥകൾ ഇൻവോക്ക് ചെയ്യുമ്പോൾ കൂടുതൽ സംയമനം പാലിക്കണം എന്നുള്ളത് അത്യാവശ്യമായൊരു കാര്യമാണ്. അടുത്തത്, സെക്ഷൻ 54 only penalizes the spreading of panic relating to the severity or magnitude of a disaster, claiming falsely, for instance, that a dam had breached, and does not extend to mere incorrect reporting. അതായത് സെക്ഷൻ 54 എന്ന് പറയുന്നത് ഡീൽ ചെയ്യുന്നത് ഡിസാസ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോൾസ് ന്യൂസുകളാണ്. അതായത് ഇപ്പോൾ ഡിസാസ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള മാഗ്നിറ്റ്യൂഡ്, സിവിയറിറ്റി, അതിലൊക്കെ എന്തെങ്കിലും തെറ്റായ രീതിയിൽ റിപ്പോർട്ടിംഗ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡാം ഹാഡ് ബ്രീച്ച്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തകർന്നു, അപ്പം ഒരു ഡാം തകർന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ സെക്ഷൻ 54-നകത്ത് ഇൻക്ലൂഡ് ചെയ്യും. പക്ഷേ ഒരിക്കലും ഇൻകറക്റ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നതിനെ സെക്ഷൻ 54-നകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. Then, in normal circumstances, the authorities ought to be content with getting their version or response to be carried by the news outlets concerned and not seek to use the pandemic as an excuse to curb inconvenient reporting.
സോ ഇതിനകത്ത് ought എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നീഡ് അല്ലെങ്കിൽ ആവശ്യകത എന്നാണ്. അതേപോലെ curb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കുക എന്നാണ്. ആൻഡ് ഇതിനകത്ത് നോർമലി അതോറിറ്റീസിനെല്ലാം തൃപ്തിയാകുന്നത് അവരുടെ വേർഷൻ അല്ലെങ്കിൽ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള റെസ്പോൺസിനെ ന്യൂസ് ഔട്ട്ലെറ്റ് വഴി പുറത്തു വരികയാണെങ്കിൽ അവർ തൃപ്തിയാകും. പക്ഷേ അതിന് ഇൻകൺവീനിയൻറ്റ് റിപ്പോർട്ടുകൾ തടയാൻ വേണ്ടിയിട്ട് പാൻഡമിക് ഒരു എക്സ്ക്യൂസായി കാണരുത് എന്നാണ് ഈ എഡിറ്റോറിയലിൽ പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കാം. ഞാൻ ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഇനിയും വീഡിയോസ് എല്ലാം കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും താങ്ക് യു.